ഒരാൾ, ഒരൊറ്റയാൾ, ഒരു ജനതയുടെ ശബ്ദത്തെ മുഴുവൻ മാറ്റിയെഴുതുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. അവരുടെ ചിന്തകൾ, അവരുടെ സംസ്കാരം എല്ലാം അക്ഷരങ്ങളിലേക്ക് പകർത്തുകയാണ്. ഇത് വെറുമൊരു കഥയല്ല. നമുക്ക് ഒരുമിച്ച് നൂറ്റാണ്ടുകൾ പിന്നോട്ടു പോകാം. അതെ, 16-ാം നൂറ്റാണ്ടിലെ കേരളത്തിലേക്ക്. അപ്പോ ഇദ്ദേഹം വരുന്നതിനു മുൻപുള്ള കേരളം എങ്ങനെയായിരുന്നു എന്നറിയോ? അതൊരൊറ്റ നാടായിരുന്നില്ല. പല പല നാട്ടുഭാഷകൾ, ചിതറിക്കിടക്കുന്ന ഒരു കൂട്ടം ശബ്ദങ്ങൾ. അങ്ങനെയുള്ള ഒരു ജനതയ്ക്ക് എങ്ങനെയാണ് ഒരൊറ്റ ശബ്ദം, ഒരൊറ്റ ഐഡന്റിറ്റി കിട്ടിയത്? ആരായിരുന്നു അതിന് പിന്നിൽ? ആ കാലഘട്ടത്തിൽ, അതായത് 16-ാം നൂറ്റാണ്ടിൽ, ഭാഷ ആളുകളെ ഒന്നിപ്പിക്കുകയല്ല ചെയ്തത്. അല്ല, അതൊരു വലിയ മതിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അറിവിനെ സാധാരണക്കാരന്റെ കൈകളിൽ എത്താതെ തടഞ്ഞു നിർത്തിയ ഒരു നിശബ്ദതയുടെ കോട്ട തന്നെയായിരുന്നു അത്. അന്നത്തെ സമൂഹം അത് ശരിക്കും രണ്ടായി പിളർന്നു കിടക്കുകയായിരുന്നു. ഒരു ഭാഗത്ത് പണ്ഡിതന്മാരുടെ സംസ്കൃതം, പാവനമായി കണക്കാക്കിയിരുന്ന, ക്ഷേത്രങ്ങളിലും കൊട്ടാരങ്ങളിലും മാത്രം ഒതുങ്ങിയിരുന്ന ഒന്ന്. എന്നാൽ മറുഭാഗത്തോ സാധാരണക്കാരായ നമ്മളെപ്പോലുള്ളവരുടെ സംസാര ഭാഷകൾ. ഇതിനൊന്നും കൃത്യമായ ലിപിയോ നിയമങ്ങളോ ഉണ്ടായിരുന്നില്ല. വെറും സംസാരത്തിൽ മാത്രം ഒതുങ്ങി നിന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ എന്താ സംഭവം? അറിവ് അതെല്ലാവർക്കുമുള്ള ഒന്നായിരുന്നില്ല. അതൊരു അവകാശമേ ആയിരുന്നില്ല. മറിച്ച് ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രിവിലേജ്, ഒരു പദവി. വേദങ്ങളും പുരാണങ്ങളുമൊക്കെ സാധാരണക്കാരന് തൊടാൻ പോലും പറ്റാത്തത്ര ഉയരത്തിലായിരുന്നു. ഇങ്ങനെ എല്ലാം അടഞ്ഞുകിടന്ന ഒരു കാലത്തേക്കാണ് ആ നിശബ്ദതയെ ഭേദിക്കാൻ ഒരാൾ വരുന്നത്. തുഞ്ചത്തെഴുത്തച്ഛൻ വെറുമൊരു കവിയായിരുന്നില്ല. അല്ല, ആ വ്യവസ്ഥയെ തന്നെ പൊളിച്ചെഴുതാൻ വന്ന ഒരു വിപ്ലവകാരി. അദ്ദേഹത്തിന്റെ കയ്യിലെ ആയുധം എന്തായിരുന്നു എന്നറിയാമോ? കിളിപ്പാട്ട്. കിളിപ്പാട്ടെന്ന് കേൾക്കുമ്പോൾ അതൊരു പാട്ട് മാത്രമാണെന്ന് കരുതരുത്. അതൊരു ബ്രില്യൻ്റ് ഐഡിയ ആയിരുന്നു. ആ കാലത്തെ അധികാരങ്ങളെ മറികടക്കാനുള്ളൊരു സൂത്രം. ഒരു തത്ത വന്ന് നമുക്ക് കഥ പറഞ്ഞു തരുന്നത് പോലെ സിമ്പിളായിട്ട്. പക്ഷെ ആ പറയുന്നതോ ഏറ്റവും ഗഹനമായ തത്വചിന്തകൾ, സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന, ഹൃദയത്തിൽ കൊള്ളുന്നൊരു മാജിക്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു തരം മെമ്മറി ഹാക്കായിരുന്നു. അദ്ദേഹം ചെയ്തതെന്താന്ന് വെച്ചാൽ സംസ്കൃതത്തിന്റെ ആഴത്തിലുള്ള അറിവുകളെടുത്തു. എന്നിട്ട് അതിനെ നമുക്കെല്ലാവർക്കും പരിചിതമായ നമ്മുടെ സ്വന്തം ദ്രാവിഡ താളത്തിന്റെ ഈണത്തിലേക്ക് അലിയിച്ചു ചേർത്തു. ആ താളം കേൾക്കുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടും, ആരും മറക്കില്ല. അതായിരുന്നു ആ ടെക്നിക്ക്. അതായിരുന്നു എഴുത്തച്ഛന്റെ ജീനിയസ്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസായ അധ്യാത്മരാമായണം കിളിപ്പാട്ട് വരുന്നത്. അതൊരു പുസ്തകം മാത്രമായിരുന്നില്ല, അതൊരു തീപ്പൊരിയായിരുന്നു. ഒരു ആത്മീയ വിപ്ലവത്തിന് തന്നെ തിരികൊളുത്തിയ തീപ്പൊരി. ഒരു പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ മാസ് മീഡിയ എന്ന് തന്നെ നമുക്കിതിനെ വിളിക്കാം. അതോടെ അറിവ് ക്ഷേത്രത്തിന്റെ മതിലുകൾ ചാടിക്കടന്നു, ഓരോ സാധാരണക്കാരന്റെയും വീട്ടുമുറ്റത്തെത്തി. പക്ഷേ എഴുത്തച്ഛന്റെ വിപ്ലവം അവിടെ നിന്നില്ല. ഈ ആശയങ്ങളൊക്കെ കാലത്തെ അതിജീവിക്കണമെങ്കിൽ ഉറപ്പുള്ളൊരു അടിത്തറ വേണം, അല്ലേ? ഒരു ഏകീകൃത ലിപി, ഒരു കോമൺ സ്ക്രിപ്റ്റ്. ഇവിടെയാണ് അദ്ദേഹം കവി എന്ന റോളിൽ നിന്ന് ഒരു യഥാർത്ഥ ആർക്കിടെക്റ്റായി മാറുന്നത്, ഒരു ഭാഷയുടെ ശില്പി. ഒന്ന് ഓർക്കണം, എഴുത്തച്ഛൻ വരുന്നതിന് മുൻപ് ഇവിടെ പലതരം ലിപികളായിരുന്നു. വട്ടെഴുത്ത്, ഗ്രന്ഥലിപി, അങ്ങനെ പലയിടത്തും പല രീതികൾ. അദ്ദേഹം ചെയ്തത് ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു. ഈ ചിതറിക്കിടന്ന ലിപികളെയെല്ലാം എടുത്ത് അതിനെ ഒരുമിപ്പിച്ച് പരിഷ്കരിച്ച് എല്ലാ ശബ്ദങ്ങളും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഒറ്റ സമ്പൂർണ്ണ മലയാള ലിപിക്ക് രൂപം കൊടുത്തു. അതൊരു വല്ലാത്തൊരു ഏകീകരണമായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 51 അക്ഷരങ്ങൾ. എന്താ ഇതിന്റെ പ്രത്യേകത? സംസ്കൃതത്തിലെയും ദ്രാവിഡ ഭാഷകളിലെയും എല്ലാ ശബ്ദങ്ങളെയും കൃത്യമായി രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു പെർഫെക്റ്റ് സിസ്റ്റം. സയന്റിഫിക്, അതേസമയം മനോഹരം. നമ്മൾ ഇന്ന് കാണുന്ന മലയാളത്തിന് അതിന്റെ മുഖം നൽകിയത് ഈ 51 അക്ഷരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സാഹിത്യത്തിലെ മാറ്റം മാത്രമായിരുന്നില്ല, ഒരിക്കലുമല്ല. ഭാഷയുടെയും അറിവിന്റെയും കുത്തക കയ്യാളിയിരുന്ന ഒരു സിസ്റ്റത്തിനെ, ഒരു മോണോപ്പൊളിയെ തകർത്തെറിഞ്ഞൊരു ധീരമായ വിപ്ലവം തന്നെയായിരുന്നു അത്. ഒരു സിസ്റ്റം ബ്രേക്കർ. അപ്പോ ഈ ഭാഷയിലുണ്ടായ വിപ്ലവം, അത് കേരള സമൂഹത്തെ എങ്ങനെയാണ് മാറ്റിമറിച്ചത്? അതിന്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു. ഒരു ജനത മുഴുവൻ അവർക്ക് സ്വന്തമായൊരു ശബ്ദമുണ്ടെന്ന് തിരിച്ചറിയുകയായിരുന്നു ഒരുപക്ഷെ ആദ്യമായിട്ട്. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കൂ. എഴുത്തച്ഛന് മുൻപുള്ള കാലവും ശേഷമുള്ള കാലവും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ? പുണ്യഗ്രന്ഥങ്ങൾ വളരെ കുറച്ചു പേർക്ക് മാത്രം കിട്ടിയിരുന്ന അവസ്ഥയിൽ നിന്ന് മലയാളത്തിൽ അവ വന്നതോടെ അറിവിന്റെ വാതിലുകൾ എല്ലാവർക്കുമായി തുറന്നു. ശരിക്കും മലർക്കെ തുറന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മൾ ഇന്ന് അഭിമാനത്തോടെ പറയുന്നില്ലേ, ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനമാണ് കേരളമെന്ന്? അതിൻ്റെ ബൗദ്ധികമായ അടിത്തറ പാകിയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുത്തച്ഛൻ നടത്തിയ ആ ഒറ്റയാൾ പോരാട്ടമാണ്. അതാണ് അതിൻ്റെ തുടക്കം. പണ്ഡിതനായ ചാത്തനാഥ് അച്യുതനുണ്ണി പറഞ്ഞൊരു വാക്കുണ്ട്, അതെത്ര ശരിയാണ്. അദ്ദേഹം ഹൃദയത്തിലെ അക്ഷരങ്ങളെയാണ് നവീകരിച്ചത് എന്ന്. അത് വെറും ലിപികളായിരുന്നില്ല, അല്ല. ഒരു ജനതയുടെ ആത്മാഭിമാനത്തിന്റെ, അവരുടെ സ്വന്തം ശബ്ദത്തിന്റെ അക്ഷരങ്ങളായിരുന്നു അത്. ഓക്കെ, നമുക്കൊരു ടൈം ട്രാവൽ ചെയ്യാം.
16-ാം നൂറ്റാണ്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ഇന്നേക്ക് 2026-ലേക്ക് 500 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ വലിയ ഭാഷാശില്പിയുടെ പാരമ്പര്യം നമ്മുടെയൊക്കെ ഈ ഡിജിറ്റൽ ലോകത്ത് എങ്ങനെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആലോചിച്ചു നോക്കൂ, അദ്ദേഹം എഴുതിയിരുന്നത് താളിയോലകളിലാണ്. നൂറ്റാണ്ടുകളോളം അറിവിനെ സംരക്ഷിച്ചു നിർത്തിയ ആ പുരാതന മാധ്യമത്തിൽ. പക്ഷേ ആ താളിയോലയിൽ നിന്ന് നേരെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് വരാം. ഇപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ഓരോ മലയാളം അക്ഷരവും, നിങ്ങൾ അയക്കുന്ന ഓരോ വാട്സാപ്പ് മെസ്സേജും, അത് അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ആ അക്ഷരമാലയുടെ ഏറ്റവും പുതിയ രൂപമാണ്, അതിൻ്റെ നേരിട്ടുള്ള പിൻഗാമി. ആ പാരമ്പര്യം ഇപ്പോഴും എത്ര സജീവമാണെന്ന് നോക്കൂ. നമ്മുടെ ഫോണിലെ സ്ക്രിപ്റ്റ്, AI മോഡലുകൾ മനസ്സിലാക്കുന്ന മലയാളം, അവിടെ എല്ലാം എഴുത്തച്ഛനുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരത്തിൽ അദ്ദേഹമുണ്ട്. തുഞ്ചൻ പറമ്പിൽ എല്ലാ വർഷവും നടക്കുന്ന വിദ്യാരംഭത്തിൽ കുരുന്നുകൾ ആദ്യക്ഷരം കുറിക്കുമ്പോൾ അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സർവകലാശാല തന്നെയുണ്ട്. ആ ഓർമ്മ ഇവിടെ ജ്വലിച്ചു നിൽക്കുകയാണ്. നോക്കൂ, എഴുത്തച്ഛൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിനു വേണ്ടി ഒരു ഭാഷയെ തന്നെ വാർത്തെടുത്തു. അപ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: നമ്മുടെ ഈ ഡിജിറ്റൽ യുഗത്തിലെ ഭാഷകളെ, നമ്മുടെ ആശയവിനിമയ രീതികളെ രൂപപ്പെടുത്തുന്ന പുതിയ ശില്പികൾ ആരാണ്? ഒരുപക്ഷെ ആ ഉത്തരവാദിത്തം അതിപ്പോൾ നമ്മളിൽ ഓരോരുത്തരിലുമല്ലേ? ഒരു വാക്ക്, ഒരു വിത്ത് മണ്ണിൽ വീണൊരു നാളിൽ ഹൃദയങ്ങൾ തളിരിട്ടു, അറിവിൻ സൂര്യനുദിച്ചു, പുതിയൊരു ലിപി